ഹലോ നമസ്കാരം. ലിച്ചൂസ് ലൈഫ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിച്ചിത. നമ്മൾ വിഷുവിന് ചെറിയൊരു ടൂറ് പോയിട്ടുണ്ടായിരുന്നു. ആ ടൂറ് പോയെടുക്കുന്ന ഇത് 14-ാം തീയതിയാണ് പോയത്. ഇത് ലാസ്റ്റ് ദിവസം 17-ാം തീയതി രാവിലെ കുളിച്ച് നമ്മളൊരു അമ്പലത്തിൽ പോയി. ആ അമ്പലത്തിൻ്റെ പേരാണ് ശ്രീരംഗം നാഥക്ഷേത്രം എന്നാണ് പറയുന്നത്. രംഗനാഥ സ്വാമി ക്ഷേത്രം എന്നും പറയും. രംഗനാഥ സ്വാമി ക്ഷേത്രം എന്നും പറയുന്നുണ്ട്. പിന്നെ ഇത് തമിഴ്നാട്ടിൽ തൃശ്ശിനാപ്പള്ളിയാണ്. പിന്നെ പൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അമ്പലമാണ് ഇതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇതിന് 13 നിലകളും ഉണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം. അറ പോലെയുള്ള ഇത് 13 നിലകളും 72 മീറ്റർ ഉയരവും ഉണ്ടെന്നാണ് നമ്മൾ അവിടെ പോയ സമയത്ത് നമുക്ക് അറിയാൻ പറ്റിയത്. പിന്നെ ഇത് പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. 21 ഗോപുരങ്ങളും അവിടെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്കുള്ള അമ്പലമാണേ. നമ്മളന്ന് പോയ സമയത്ത് ഒരുപാട് തിരക്കുണ്ടായിരുന്നു. നമ്മൾക്ക് പിന്നെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് പിന്നെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ഉള്ളിൽ കയറുന്നില്ല. പ്രതിഷ്ഠ കാണണമെങ്കിൽ ദൈവത്തിനെ കാണണമെങ്കിൽ പൈസ കൊടുക്കുന്നതാണെങ്കിൽ വേണ്ടാന്ന് ഞാൻ വിചാരിച്ചു. ഞാനും എൻ്റെ കൂടെയുള്ളവരെല്ലാം അങ്ങനെ വിചാരിച്ചു. അപ്പോഴത്തേക്കാണ് ഒരു ചേച്ചി പറഞ്ഞ്, ആ നാട്ടിലത്തെ ചേച്ചിയാണ്. ചേച്ചി തമിഴിൽ തന്നെ പറഞ്ഞ് ഇങ്ങനെ അമ്പലം ചുറ്റി വേറൊരു വഴിയുണ്ട്, അതിലേ കൂടി പോയാൽ പൈസ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അതിലേ കൂടി ഒരുപാട് നടന്ന് പോയി. പിന്നെ അവിടെ പോകുമ്പോഴത്തേക്കാണ് ഉള്ളിൽ കയറി. ഉള്ളിൽ പ്രതിഷ്ഠേൻ്റെ അടുത്ത് എത്താനാകുമ്പോൾ അവിടുന്ന് പൈസ വേണമെന്ന് പറഞ്ഞ് അവർ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറയുന്നവർ. നമുക്ക് ആകെ വിഷമായി. കാരണം നമുക്കിത് ശീലമില്ലല്ലോ. നമ്മളെ നാട്ടിൽ ഏത് അമ്പലത്തിൽ പോയാലും ഉള്ളിൽ ഭഗവാനെ കാണാൻ പൈസ വേണ്ടുന്ന അമ്പലങ്ങൾ എവിടെയുമില്ല. പിന്നെ എന്നിട്ട് അത് 100 രൂപ, പിന്നെ 200 ഉറുപ്പിയെല്ലാം കൊടുത്തിട്ട് കയറുന്നവരെ നേരെ പ്രതിഷ്ഠേൻ്റെ മുന്നിൽ തന്നെ എത്തിക്കുന്നുണ്ട്. അവർക്ക് ചെറിയ ക്യൂ ഉള്ളൂ. നമ്മൾ ഒരുപാട് വളഞ്ഞ് നിന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എത്തിയ. പൈസ കൊടുത്ത് പയ്യെ കയറി ഭഗവാനെ കണ്ടു. 100 ഉറുപ്പ്യേൻ്റെ അനുഗ്രഹം കിട്ടിയോ എന്തോ എനിക്കറിയില്ല. വല്ലാത്ത സങ്കടമായിപ്പോയി. ഞാൻ ഭഗവാന്റെ മുന്നിൽ അവിടെ എത്തിയതിന് ശേഷം ഞാൻ ഇതൊന്നും ശരിയല്ല കേട്ടാ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ഇതൊന്നും ശരിയല്ല എന്ന് മാത്രം പ്രാർത്ഥിച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ അതൊരു വിഷമമുണ്ടായ കാര്യമാണ്, ഉള്ളത് പറയാലോ. അതൊരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഈ അമ്പലങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഈ പ്രതിമയെല്ലാം കണ്ട എന്ത് ഭംഗിയാന്ന് കാണാൻ വേണ്ടി, എന്ത് രസമാണ്. നല്ല കൊത്തുപണിയായിട്ടുള്ള ഒരു ഇതാണ്. ശില്പങ്ങളെല്ലാം കാണുമ്പോൾ ഇതെല്ലാം എങ്ങനെ ഇവരുണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മൾ ക്ഷേത്രങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഇത് കണ്ട, ഇത് പാലസാണ്. അവിടെ തന്നെയാണ്, അതിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ തഞ്ചാവൂർ റോയൽ പാലസ് എന്നാണ് ഇവിടെ പറയാം. ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് വിഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാനുള്ളത്. പ്രതിമകൾ ഇല്ലേ, ഇങ്ങനെ നല്ല കൊത്തുപണിയിൽ ചെയ്ത പ്രതിമകൾ. പിന്നെ നല്ല അടിപൊളി രസമാണ് കാണാൻ വേണ്ടിയിട്ട്, സ്റ്റൈലാണ്. രസം എന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ സാമ്പാറിൻ്റെ ഒപ്പം ഒഴിച്ച് കൂട്ടുന്ന രസമല്ല കേട്ടാ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല ഇതാണ്, പ്രതിമകളും എന്താ പറയുക. അതെല്ലാം എപ്പോഴെങ്കിലും ടൂറെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു തമിഴ്നാട്ടിലേക്ക് പോയിക്കോ. അവിടെ ആകുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇതെല്ലാം കാണുന്നത്. അതന്നെ നമ്മൾ സൺഫ്ലവർ ടീം ഉള്ളത് കൊണ്ട്. പിന്നെ അഴീക്കോട് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിന്, അഴീക്കോട് സൺഫ്ലവർ ടീമിൻ്റെ കൂടെയാണ് പോകുന്നത്. പിന്നെ അതാകുമ്പോൾ വലിയ പൈസയൊന്നുമില്ല, ചെറിയ പൈസയേ ഉള്ളൂ. ഭക്ഷണമെല്ലാം അവർ തന്നെ നമുക്ക് തരും. പിന്നെ ഒന്നും നമ്മൾ ചിന്തിക്കണ്ട, നമുക്ക് ഓരോ കാഴ്ചകൾ കാണാം, നല്ല ഭക്ഷണം കഴിക്കാം. ഹോട്ടലിൽ നിന്നും പുറത്തുനിന്ന് കഴിച്ചിട്ട് നമുക്ക് പിന്നെ വയറ്റിന് അസുഖമൊന്നും വരുത്തണ്ട. പിന്നെ അപ്പോൾ ഇനി ആർക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ സൺഫ്ലവർ ടീമിൻ്റെ കൂടെ അഴീക്കോട് ഇനി 2 ബസ് വേണമെങ്കിൽ 2 ബസ്സാക്കിയിട്ട് അവർ നമ്മളെല്ലാം കൂട്ടിയിട്ട് പോകും. അത്രയും നല്ല ഒരു ടീമാണ് അവർ. പിന്നെ അപ്പോൾ ഇത് കണ്ട, ഇതിൻ്റെ ഉള്ളിലെല്ലാം ഒരുപാടുണ്ട്. ഇത് നോക്കിയേ, നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടാ. ഇതെന്നാ മരം,
പനയാ എനിക്കറിയില്ല. നല്ല വെള്ള കളർ പോലെ ഉണ്ട് മരം കാണുമ്പോൾ. ഒറ്റ തടിയിൽ ഒരു വളവും ചെരുവും വരെയില്ല. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് ഒരുപാട് വിഗ്രഹങ്ങളെല്ലാം ഉള്ളത്. എന്നും എനിക്കറിയില്ല. എന്തെല്ലോ വിഗ്രഹങ്ങൾ കാണുന്നുണ്ട്. അതിലെനിക്ക് ഒറ്റ പരിചയമുള്ള ഒരു മുഖം മാത്രം, ഒരു രൂപം മാത്രം ഉണ്ട്. നമ്മളെ നാട്ടിലെല്ലാം ഉള്ള ഫോട്ടോ ഇതാണ്. അമ്പലത്തിലുണ്ട് നമ്മളെ ജയ് ഹനുമാൻ. ഹനുമാന് മാത്രം എനിക്ക് പരിചയമുണ്ട്. ബാക്കി ഇതെല്ലാം എന്താണെന്നറിയില്ല. അതിനെപ്പറ്റിയെല്ലാം എന്തെങ്കിലും ഓരോ കഥകൾ ഉണ്ടാവുമായിരിക്കും. ഇതിനെപ്പറ്റിയൊന്നും നമുക്കവിടെ ആരും പറഞ്ഞു തരാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും അറിയില്ല. ഇതെല്ലാം നമ്മൾ അവിടെ പോയിട്ട് തന്നെ സമാധാനമായിട്ട് കണ്ട് ആസ്വദിച്ച് വരേണ്ട ഒരു സംഭവമാണ്. വീഡിയോയിലൊന്നും നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടുമൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ ഡീറ്റെയിൽ ആയി അന്വേഷിച്ച് പറഞ്ഞു തരാനുള്ള അറിവൊന്നും എനിക്കും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞതാണ്, ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് അതിൻ്റെ പോരായ്മകളെല്ലാം എനിക്കുണ്ട്. എന്നാലും എന്നോട് സഹകരിക്കുക. കുറേ കഴിയുമ്പം ശരിയാവുമായിരിക്കും. കുറച്ചും കൂടി നല്ല നല്ല വീഡിയോകളെല്ലാം ആയിട്ട് വരാൻ ഞാൻ കൂടുതൽ ശ്രമിക്കാം. അത്രേ പറയാനുള്ളൂ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, ഇതിൻ്റെ അകത്തുണ്ടാകുന്ന തെറ്റുകൾ എല്ലാം എനിക്ക് കമൻ്റ് ഇടണം. ആരും കണ്ടില്ലെന്നും നടിക്കാൻ പാടില്ല. ഇതെല്ലാം നമ്മളെ കൂടെയുള്ള ആൾ തന്നെയാണ് കേട്ടോ. പിന്നെതാ കണ്ടോ, നമ്മളെ കൂടെയുള്ള ജിഷയാണത്. ആനപ്പുറത്ത് കയറിയിരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ്. അവിടെ തമിഴ്നാട്ടിൽ പോയാലും നല്ല ചൂട് വെയിലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ചൂട് കൂടുതൽ ഇവിടെ കണ്ണൂർ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. കേരളത്തിൽ ഇങ്ങോട്ടാണ് ചൂട് കൂടുതൽ. എനിക്ക് എൻ്റെ ഇത് പറയുന്നതാണ്. എനിക്ക് അവിടെ നല്ല വെയിലുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അധികം മരങ്ങളൊന്നും ഇല്ലല്ലോ. വണ്ടിയിലെല്ലാം പോകുമ്പം ഒരു തരം തെറിക്കുന്ന വെയിലാണ്. പക്ഷെ ആ വെയിലിനേക്കാളും ചൂട് ഇവിടെ കണ്ണൂർ വന്നതിന് ശേഷമാണ് ഭയങ്കര ചൂടുണ്ടായത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് അടുത്തത് പിന്നെ ബിഗ് ടെമ്പിളിലാണ്. അതും അവിടെ തന്നെയാണ്, തഞ്ചാവൂർ തന്നെയാണ്. ബിഗ് ടെമ്പിളിന് പറയുന്നത് ബൃഹന്തീശ്വര ക്ഷേത്രം എന്നാണ് പറയുന്നത്. അതൊരു കാണേണ്ട സംഭവമാണ്. അടുത്ത എൻ്റെ വീഡിയോ ബിഗ് ടെമ്പിളിനെ കുറിച്ചാണ്. അതും ചെറിയ രീതിയിൽ എനിക്കറിയുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് പറഞ്ഞു തരും. എല്ലാവരും സഹകരിക്കണം. ഇതെല്ലാം കണ്ട എന്തൊരു രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഓരോ വിഗ്രഹത്തിനെല്ലാം ഷേപ്പ് കൊടുത്തിട്ട് നല്ല ഷേപ്പിൽ, അയ്യോ എന്ത് രസമല്ലേ. അതാ എങ്ങനെയാണ് ഇതെല്ലാം ഇത്ര അടിപൊളിയായിട്ട് ആക്കി വെച്ചതല്ലേ. മേലെല്ലാം നല്ല കൊത്തുപണി പോലെ ഉണ്ട്. പെയിൻ്റെല്ലാം അടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുള്ള ഒരു സ്ഥലമായത്. എല്ലാവരും ഇനി ടൂർ പോകുമ്പം തമിഴ്നാട്ടിൽ ഈ തഞ്ചാവൂർ റോയൽ പാലസ് കാണാൻ വേണ്ടി പോകണം. പിന്നെ ഒന്നാമത് ഭാഷ അറിയുന്നില്ല. അവിടെ അവരെല്ലാം ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി എല്ലാം ഉണ്ടായിരുന്നു. അവരോടെല്ലാം ചോദിക്കാൻ വെച്ചാൽ എന്തെങ്കിലും അറിയണ്ടേ, ഭാഷ അറിയുന്നില്ല. അതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെപ്പറ്റിയെല്ലാം ചോദിക്കേനു.
നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും അല്ലേ എൻ്റെ വീഡിയോ കണ്ടിട്ട്? ബോറൊന്നും അടിക്കണ്ട കേട്ടോ. ഇനി വരുമ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരും കേട്ടോ. എല്ലാവരും സഹകരിക്കണം. ഓക്കേ. ഇവിടെ ഇപ്പോൾ ഒരു പ്രതിമയുണ്ട് കണ്ടാ. ഇയാളെ മാത്രം എനിക്കറിയാം. കണ്ടിട്ടുണ്ട് കണ്ടാ. എല്ലാവർക്കും അറിയില്ലേ? എന്നാ പിന്നെ വീഡിയോ ഇടാം, തീർക്കാട്ടാ.